തിരുവനന്തപുരം വെള്ളറടയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. കൈ ജനലിൽ കെട്ടിയ നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വെള്ളറട അമ്പലം സ്വദേശി അരുള നന്ദകുമാർ ഷൈനി ദമ്പതികളുടെ മകൻ അഖിലേഷ് കുമാറാണ് മരിച്ചത്. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ്, 8ാം ക്ലാസ് വിദ്യാർത്ഥിയൊക്കെ തൂങ്ങി മരിക്കും, എന്തൊക്കെയാണ് നടക്കുന്നത്? ഹാഷ്മി, എന്തായാലും ഈ ദാരുണമായ സംഭവമാണ്. ഇന്ന് രാവിലെ 10:30 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളറടയിലെ അമ്പലം സ്വദേശിയായ അരുള നന്ദകുമാർ ഷൈനി ദമ്പതികളുടെ മകനാണ് അബി എന്ന് വിളിക്കുന്ന അഖിലേഷ് കുമാർ. ഇന്ന് സ്കൂൾ അവധിയായിരുന്നു. വാഴ്ചൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. രാവിലെ ഈ അമ്മയും അച്ഛനും പുറത്തേക്ക് പോയിരിക്കുന്ന സമയമാണ്. അച്ഛൻ കർഷകനാണ്. വിളയിൽ ജോലി എടുക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. വീട്ടിൽ ആ സമയം കുട്ടിയുടെ മുത്തശ്ശൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മുത്തശ്ശനും മുറിക്കാത്തിരുന്ന് 2ാമത്തെ നിലയിലാണ് മകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മുത്തശ്ശൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു വരുമ്പോഴാണ് ഈ ചെറുമകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ ഈ കുട്ടിയെ മുറിക്കുള്ളിലെ ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഈ കുട്ടിയുടെ ഒരു കൈ, വലത്തെ കൈ, ഈ ജനലിൽ ഒരു കൈയിൽ കെട്ടിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. എന്തായാലും ഇങ്ങനെ രീതിയിൽ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ദുരൂഹത ഉയരുന്നത്. എന്തായാലും വെള്ളറട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവിടെ നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം 13 വയസ്സ് മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം. അതുകൊണ്ട് ഇതിന്റെ കാരണം കണ്ടെത്തണമെന്ന് ഇവിടുത്തെ നാട്ടുകാരെല്ലാം ആവശ്യപ്പെടുന്നു. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ കൈ കെട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ് അജീഷ്? കൈ കെട്ടിയിട്ട നിലയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ കുട്ടി ജനലിൽ തൂങ്ങിയ നിലയിലായിരുന്നു കുട്ടിയെ കണ്ടെത്തിയത്. നമ്മുടെ ഒരു ചിത്രം അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ തന്നെ വ്യക്തമാണ്. അതായത് കുട്ടിയുടെ ഒരു കൈ പിന്നിലായി ഈ ജനലിൻ്റെ അതിൽ കെട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു തോർത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് കൈ ജനലിൽ കെട്ടിയിരിക്കുന്നത്. കഴുത്തിൽ ഈ ഷോള് കുരുക്കിയാണ് ഈ കുട്ടി തൂങ്ങിയ നിലയിൽ കാണപ്പെടുന്നത്. ഇതിൽ വലത്തെ കൈയാണ് പിന്നിലേക്ക് ഒരു കമ്പിയിൽ, ജനലിൻ്റെ കമ്പിയിൽ ഇങ്ങനെ കെട്ടിയ നിലയിൽ കാണുന്നത്. അതിലാണ് ഈ ദുരൂഹത ഉയരുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഡിവൈഎസ്പിയുടെ അന്വേഷിക്കണം, ഉറപ്പായും അന്വേഷിക്കണം. അല്ല, 13 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു കുഞ്ഞ് തൂങ്ങി മരിക്കും, ആത്മഹത്യയും എന്നൊക്കെ കരുതാവോ? അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടോ? അറിഞ്ഞുകൂടെ, ഇപ്പോഴത്തെ കാലമാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ദിലീപ് കുമാർ ഇവിടെ പറയുന്നു, ഹാഷ്മി ഐ വാണ്ട് യുവർ ഹെൽപ്പ്. എന്നാ പറ്റിയേട്ടാ, നമ്മളെ പറ്റുന്ന ഹെൽപ്പാണ്, ഉറപ്പായും ചെയ്യും. പറ.